ഹലോ. അപ്പോൾ ദേ ഞങ്ങളൊരു ട്രിപ്പ് പോവുക കേട്ടോ. പറയുന്ന കേട്ടതൊന്നും ഭയങ്കര വലിയ ട്രിപ്പാണ് അല്ല, ഇതൊരു വളരെ ചെറിയൊരു ട്രിപ്പാണ് കേട്ടോ. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ടാണ് പോകുന്നത്. നമ്മൾ ട്രെയിനിലാണ് പോയത്. അതിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലോ. ദേ എല്ലാവരും ഉറങ്ങി, ഞാൻ മാത്രം ഉറങ്ങിയില്ല കേട്ടോ. ഞാനിങ്ങനെ രാത്രി ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ദാ ആകാശത്തൊരു അമ്പലമാമൻ, അതിനെ നോക്കി കുറേ നേരം ഇരുന്നു. പിന്നെ എല്ലാവരും നേരം വെളുത്തപ്പോൾ എഴുന്നേറ്റു, പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. കണ്ടിട്ട് കേരളം പോലെ തോന്നിയോ? അതുപോലൊരു സ്ഥലത്തേക്കാന്ന് കൂട്ടിക്കോ. എന്നാൽ പിന്നെ അധികം താമസിക്കേണ്ട, നമുക്ക് ആ സ്ഥലത്തേക്ക് പോയേക്കാം. അപ്പോൾ ദേ ഞങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങി. ഞങ്ങളിത് ഇങ്ങനെ നടന്നു പോവുകയാണ്. അതിനുശേഷം നമ്മൾ അവിടുത്തെ ഒരു സാധാരണ ലോക്കൽ ഒരു ബസ്സിലാട്ടോ യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബസ്സിലിരുന്ന് പോകുമ്പോഴാണ് ഈ ഗേറ്റ് കണ്ടത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഞാനിപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന്? ഇല്ലെങ്കിൽ വേണ്ട, വേറൊരു വീഡിയോ കൂടി കാണിക്കാം. ഈ ബസ് സ്റ്റാൻഡ് ഓർമ്മയുണ്ടോ? അതെ, നമ്മൾ മൂകാംബികയ്ക്കാണ് പോകുന്നത് കേട്ടോ. പിന്നെ ഞാൻ റൂമിലെത്തി വേഗം ഒരു കുളി പാസ്സാക്കിയതേ ക്ഷേത്രത്തിലേക്ക് പോവാട്ടോ. ഞാൻ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ നിർബന്ധത്തിൽ ഞാൻ വെച്ചതല്ല. ആ കൂടെ നടക്കുന്ന ആളുടെ ഒരേ ഒരു നിർബന്ധത്തിൽ വാങ്ങേണ്ട അവസ്ഥ വന്നു പോയതാണ്. പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പം ഇങ്ങനെയായിരുന്നു അവിടുത്തെ അവസ്ഥ. ഒരുപാട് ആളുകളൊന്നും ഇല്ല ചെന്ന സമയത്ത്. ഞങ്ങൾക്ക് അധികം നേരം ക്യൂ നിൽക്കേണ്ട അവസ്ഥയൊന്നും വന്നില്ല. ഒരു 10 മിനിറ്റ് മാക്സിമം അത്രേ വന്നുള്ളൂ. പക്ഷെ അതിനുശേഷം ഭയങ്കര വലിയ ക്യൂ ആയി. എന്തായാലും നന്നായി, പെട്ടെന്ന് തന്നെ ദേവീനെ പ്രാർത്ഥിച്ച് വരാൻ പറ്റിയല്ലോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ പുറത്ത് കുറച്ച് ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. എനിക്കറിയില്ല ഇതിനെപ്പറ്റി എന്ത് ചടങ്ങാണ് ഇവിടെ നടക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ നമ്മൾ ആദ്യം ചെന്നത് കൊണ്ട് നമ്മളിതൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ കുറേ ഇൻസ്ട്രുമെൻസും ഒക്കെ വെച്ചിട്ട് കുറച്ച് മ്യൂസിക്കലായിട്ടൊരു ഫീലായിരുന്നു. എന്നാലും മനസ്സിൽ നിന്നുള്ളൊരു പീസ്ഫുള്ളായിട്ടൊരു അന്തരീക്ഷമായിരുന്നു മൊത്തത്തിൽ നമുക്ക് അവിടുന്ന് കിട്ടിയത്. എന്തായാലും ഭയങ്കര നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് മൂകാംബിക പോകുന്നത്. ഐ എം സോ ഹാപ്പി. അപ്പോൾ ബൈ.